യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത അതേ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് പോലെ ഈ പഴയ നിയമ വേദഭാഗത്ത് പ്രത്യേകിച്ച് അബ്രഹാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് വിലയേറിയതായ ആത്മീക മർമ്മങ്ങളെ പഠിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിന് അതേ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമായ കാര്യമാണ്. ഈ കാര്യങ്ങളൊന്നും നമ്മളോട് മാനുഷികമായി ആർക്കും പറഞ്ഞു തരുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവവചനത്തിലൂടെയാണ് നമ്മൾ ഈ സത്യമെല്ലാം തന്നെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ. പ്രത്യേകം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വീഴ്ചകൾ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അബ്രഹാം ദൈവത്തിന് സ്നേഹിതനാണ്, അതുകൊണ്ട് അബ്രഹാം ദൈവത്തിന് മുമ്പാകെ എപ്പോഴും റൈറ്റായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആരും തന്നെ ഈ ഭൂമിയിൽ പൂർണ്ണരായില്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നില്ലേ, അതേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുക അത് ഈ ലോകത്തിലല്ല, മറിച്ച് ദൈവം തൻ്റെ സന്നിധിയിൽ നമ്മെ നീതിമാന്മാരും വിശുദ്ധന്മാരും ആക്കുകയാണ്. അത് നമ്മുടെ ആരുടെയും പരിശ്രമം കൊണ്ടോ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല ദൈവം നമ്മെ തൻ്റെ സന്നിധിയിൽ നീതീകരിക്കുന്നത്, മറിച്ച് തൻ്റെ കൃപയാലാണ് ദൈവം അപ്രകാരം നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ കടപ്പാട് ദൈവത്തോടാണ്, നമ്മുടെ ആശ്രയം ദൈവത്തോടാണ്. നമുക്ക് എപ്പോഴും ദൈവത്തിന് അതിനായി നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളുടെ ആരാധനയിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിക്കേണ്ടത്. അതായത്, ദൈവമേ, ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യനല്ല, എൻ്റെ പ്രവൃത്തികൾ നിൻ്റെ മുമ്പിൽ പൂർണ്ണവുമല്ല, മറിച്ച് നിൻ്റെ പൂർണ്ണതയുള്ളതായ ആ പ്രവൃത്തി, അതായത് കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുന്ന നിമിത്തം അതേ യേശുവിൻ്റെ നീതി എനിക്ക് വേണ്ടി കണക്കിട്ടതാണ് അതേ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും കാരണമെന്ന് നമുക്ക് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ചിന്തിച്ചത്. നോക്കൂ, ഈ 7-ാം വാക്യം തന്നെ ഞാൻ വായിച്ചു തുടങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു, നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. നമ്മൾ ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അതേ, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ, അവർ ഗരാരിൽ വന്നപ്പോൾ അബ്രഹാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാറായും അബ്രഹാമും പരസ്പരം വിശേഷിപ്പിച്ചത് സഹോദരങ്ങളെന്നാണ്. അബ്രഹാം പറഞ്ഞു, ഇവളെൻ്റെ സഹോദരിയാണ്. അതെ, സാറ പറഞ്ഞു, ഇവനെൻ്റെ സഹോദരനാണ്. അങ്ങനെ അവർ പറഞ്ഞ നിമിത്തം ഗരാരിലെ രാജാവ് ഈ സ്ത്രീ ആരുടേതുമല്ല എന്നുള്ള ചിന്തയാൽ അവൻ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ആ സമയം മുതൽ ദൈവം ഇടപെടുവാനും അതേ അബീമേലെക്കിൻ്റെ സ്വപ്നത്തിൽ ദൈവം അവനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നു, അബ്രഹാം ഒരു പ്രവാചകനാണ്, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥന ആവശ്യമുള്ളതായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് അബീമേലെക്ക് ആയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അബീമേലെക്കിൻ്റെ ഭവനത്തിൽ വലിയ രോഗബാധകൾ അത് നിമിത്തം ഉണ്ടായി എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അബീമേലെക്കിൻ്റെ ഭാര്യയുടെയും അതേ അവിടെയുള്ള ആളുകളുടെയും ഗർഭപാത്രങ്ങളെ ദൈവം അടച്ചു കളഞ്ഞു ഈ ഒരു വിഷയം നിമിത്തം. അതുകൊണ്ട് തീർച്ചയായിട്ടും അബീമേലെക്കിന് ഒരു പ്രാർത്ഥന ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യമായി തീർന്നു. നോക്കൂ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് അബ്രഹാം തന്നെയാണ്. ഈ ഒരു കാര്യം ദൈവം അബീമേലെക്കിനോട് പറഞ്ഞപ്പോൾ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അബീമേലെക്ക് അതികാലത്ത് എഴുന്നേറ്റ് അവൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു.
നോക്കൂ, ഇതൊരു ജാതീയ രാജാവാണ്. പക്ഷേ ദൈവം പറഞ്ഞത് അതേപോലെ ഇവർ വിശ്വസിക്കുകയാണ്. നോക്കൂ, ദൈവം പറയുന്നത് അത് അനുഗ്രഹമാണെങ്കിലും, അത് മുന്നറിയിപ്പാണെങ്കിലും, അത് ഒരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണെങ്കിലും, ന്യായവിധിയെക്കുറിച്ചാണെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയങ്ങളിൽ നടപടിയെടുക്കാൻ കഴിയത്തുള്ളൂ. നടപടി എന്ന് പറയുന്നത് ആത്മീയമായ നടപടിയാണ്. തീർച്ചയായിട്ടും ദൈവം അങ്ങനെ ഒരു മുന്നറിയിപ്പോ ജഡ്ജ്മെൻറ്റോ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മെ കറക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മുടെ മേൽ വരുന്നതായ ന്യായവിധിയെയും മുന്നറിയിപ്പിനെയും ഒക്കെ നീക്കി നമ്മെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. അതേ കാര്യം തന്നെയാണ് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവം നമ്മളോട് പറയുന്നതാണ്. നോക്കൂ, ഈ ഒരു കാര്യത്തിൽ മരണമാകട്ടെ, ന്യായവിധിയാകട്ടെ, ഈ വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ആളുകൾക്കാണ് ദൈവം ദയയും നീതിയും ന്യായവും കൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവം ചെയ്യാൻ പോകുന്നതായ ന്യായവിധിയെക്കുറിച്ച്, ദൈവം തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളെക്കുറിച്ച് നല്ല ബോധ്യത്തോട് വേണം നമ്മൾ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുവാൻ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ബഹുമാനത്തെക്കുറിച്ച് പറഞ്ഞു, ഭയത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നോക്കൂ, ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന പോലെ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കണം. നമ്മളുടെ അഭിപ്രായത്തിലല്ല നമ്മൾ ദൈവത്തെ കാണേണ്ടത്, മറിച്ച് ദൈവവചനത്തിൽ എങ്ങനെയാണ് ദൈവം വെളിപ്പെട്ടിരിക്കുന്നത്, ദൈവം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ ദൈവത്തോട് ഇടപെടുവാൻ. നോക്കൂ, അബീമേലെക്ക് എന്താണ് ചെയ്തതെന്ന് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അബീമേലെക്ക് എന്ന രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അതികാലത്ത് എഴുന്നേറ്റു. ഞാൻ ഈ ഒരു വിഷയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതാണ്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. അതേപോലെ അതികാലത്ത് എഴുന്നേറ്റ് അനേകരെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ അതികാലത്ത് എഴുന്നേറ്റു എന്ന് പറയുന്നത് അർജൻസിയാണ് കാണിക്കുന്നത്. അതായത് താൻ എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിച്ചത് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് അതികാലത്തെ എഴുന്നേറ്റു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിന് തലേദിവസം രാത്രിയിൽ യാതൊരു ഉറക്കവും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് താൻ ആ സ്വപ്നം കണ്ടതിന് ശേഷം. അങ്ങനെ അവൻ ആ അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ ദാസന്മാരെല്ലാം വരുത്തി അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വലിയൊരു ഭയം വ്യാപരിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ അവർ ഭയപ്പെടുന്നത് അബ്രഹാമിനെയല്ല, അവർ ഭയപ്പെടുന്നത് സാറായല്ല, അവർ ഭയപ്പെടുന്നത് അവരോട് സംസാരിച്ച ദൈവത്തെയാണെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതെ, നമുക്ക് വേണ്ടതും ദൈവഭയമാണ്. ഇന്ന് തലമുറകൾക്ക് നഷ്ടപ്പെടുന്ന കാര്യവും ദൈവഭയമാണ്. ദൈവം ഉണ്ടോ എന്ന് പോലും അറിയുവാനുള്ള ആ ഒരു ജിജ്ഞാസ അവരുടെ ഉള്ളിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ തലമുറകൾ ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു അധ്യാപകനെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് ഭയത്തോടു കൂടിയുള്ള ബഹുമാനം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു വ്യക്തിയെ നമ്മൾ ഭയപ്പെടുന്നില്ല, കാരണം നമുക്ക് ആ വ്യക്തിയെ അറിയത്തതുകൊണ്ട്. പക്ഷെ ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ആ വ്യക്തി അത് ആദരണീയനാണ്, ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. ആ സമയം നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ മിഷൻ ട്രിപ്പിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചതായ ഒരു ട്രെയിന്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ അത് മുകളിലായി അപ്പർ ബർത്തിൽ കിടന്നുറങ്ങുന്നതായ ഒരു വ്യക്തി നല്ലവണ്ണം കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എനിക്ക് അയാളോട് വല്ലാത്ത നീരസം തോന്നി, കാരണം നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് അത് ഒരു സംസ്ഥാനത്തെ DGP ആണ്. പിറ്റേ ദിവസം ഞങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടും അതേ താല്പര്യത്തോടും സംസാരിക്കാനിടയായി തീർന്നു. നോക്കൂ, ആ വ്യക്തി ആരാണെന്ന് അറിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ബഹുമാനം കാണിക്കാൻ സാധിച്ചത്, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹമോ താല്പര്യമോ ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ദൈവത്തെ അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ ബഹുമാനിക്കാനും അനുസരിക്കാനും ദൈവത്തെ ഭയപ്പെടുവാനും സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ മുമ്പ് ദൈവത്തെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ ഒരു ഓർമ്മയിലല്ല നമ്മളായിരിക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തെ അറിയണം, എല്ലാ ദിവസവും അറിയണം.
വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അറിയണം, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തെ അറിയാതെ പോകുന്നതാണ് പലരും പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം. പലരും ദൈവസന്നിധിയിൽ നിന്നും അകന്നു നിൽക്കുന്നതിൻ്റെ കാരണം അവർ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല, അറിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അറിഞ്ഞവരായ ആളുകൾ അവർ ദൈവത്തെ ഭയപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വേണ്ടത് ദൈവത്തെ ആളുകൾ അറിയണം, ദൈവത്തെ ആളുകൾ ബഹുമാനിക്കണം, ദൈവത്തെ ആളുകൾ അനുസരിക്കണം. അതിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തെ അറിഞ്ഞു എന്നുള്ള ചിന്തയോടുകൂടെ അല്ല ജീവിക്കേണ്ടത്. അത് ഒരു പക്ഷേ നമുക്ക് ചില ഓർമ്മകൾ മാത്രമായിരിക്കും. പക്ഷേ എല്ലാ ദിവസവും കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട്, അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ട്. അവൻ നമ്മളെ നയിക്കുന്നു, അവൻ്റെ വചനത്താലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കി ദൈവവചനം അനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും അതെ ദൈവത്തോടുള്ള ഭയവും സ്നേഹവും ബഹുമാനവും നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസല്ല പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവത്തെ നന്നായി അറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവവചനത്തെ അനുസരിപ്പാൻ, ദൈവത്തോടുള്ള ബഹുമാനത്തിലും ഭക്തിയിലും ഭയത്തിലും മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. കർത്താവെ, അങ്ങനെ ദൈവത്തെ അറിയുന്നവർ, ദൈവത്തെ ബഹുമാനിക്കുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവർ, അവർക്കാണല്ലോ കർത്താവെ നിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത്, അവർക്കാണല്ലോ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നത്. ഞങ്ങളേവരെയും അതിനുവേണ്ടി അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.